ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷേ എഴുതിയ പുസ്തകങ്ങളിൽ 2 എണ്ണം, ഒന്ന് ഫുട്ബോളും ജീവിതവും, 2 വളരെ എൻ്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള യശശരീരനായ ഭരത് മുരളിയെക്കുറിച്ചൊരു പുസ്തകവും. സാറിൻ്റെ ഏരിയ ഡിഫറൻ്റ് ആണ്. സാർ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളെക്കാൾ ഉപരി സാർ വേറൊരു ഏരിയയിൽ സാർ 2 പുസ്തകങ്ങൾ എഴുതി. അതിനെക്കുറിച്ച് സാർ ഒന്ന് പറയണം. എന്തായിരുന്നല്ല, ഫുട്ബോളിനെ കുറിച്ച് 2 പുസ്തകമുണ്ട്. ഇപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, ചിന്ത പബ്ലിക്കേഷൻസ്, ഫിഫ കപ്പും ഫുട്ബോൾ ചരിത്രവും. അത് ഈ 4ാമത്തെ പുസ്തകം എൻ്റെത്. മുരളിയെക്കുറിച്ച് പുസ്തകം എഴുതാനൊരു കാരണമുണ്ട്. മുരളിയെ ഞാൻ പരിചയപ്പെട്ടത് മീനമാസത്തിലെ സൂര്യൻ്റെ സമയത്താണ്. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ കയ്യൂറിൻ്റെ സമരചരിത്രമാണ്. കയ്യൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ന് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു ആദ്യം, പിന്നെ കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. മുരളി അവിടെ അഭിനയിച്ച ഭാഗം അബൂബക്കർ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയുടെ ഭാഗമാണ്. അപ്പു, ചിരുകൊണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പുനായർ 4 പേരാണ് അതിൽ തൂക്കിക്കൊല്ലപ്പെട്ടത്. ഈ അബൂബക്കർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പയ്യനാണ്, മീശ മുളക്കാത്ത പയ്യൻ. ആ ഭാഗമാണ് മുരളി അഭിനയിച്ചത്. അബൂബക്കറെ വേഷൂട്ട് വരുമ്പോൾ നാട്ടിൻപുറത്തെ പഴയ ആളുകൾ, ഈ കയ്യൂർ സമരത്തിൻ്റെ കാലത്തുള്ള കാരണവന്മാർ എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, എടാ കൊള്ളാടാ, നമ്മളാവൂ. അപ്പോൾ ഇവനാ. അന്ന് മുതലാണ് മുരളിയും ഞാനിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ വളരെ അടുത്ത് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് എഴുതണമെന്ന് തോന്നി. നിങ്ങൾ അപ്പം മേസ്ത്രി, നെയ്ത്തുകാരൻ, നമുക്കതുപോലെ ഒരു അതുല്യ പ്രതിഭയെ നമ്മൾ കാണാനുണ്ട്. അപ്പം മേസ്ത്രിയെ പോലെ. അപ്പം മേസ്ത്രിയുടെ അഭിനയം എന്താ? അപ്പം മേസ്ത്രി കണ്ടപ്പോൾ ഞാൻ നോക്കുന്നത് എൻ്റെ നാട്ടിലെ നെയ്ത്തുകാരെ കുറിച്ചാണ്. അദ്ദേഹം അഭിനയിച്ച ഏതെങ്കിലും ഒരു ഉണ്ടല്ലോ, അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് നീ എത്ര ധന്യ. ആ സിനിമ വരുന്നതിന് മുമ്പിൽ തന്നെ പാട്ട് ഫേമസായി. ആ പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരേ ചിലച്ച നേരം, വാതിലിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സാർ ഇത്രത്തോളം സിനിമാ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നു, സിനിമാ നടനെക്കുറിച്ച് പുസ്തകം എഴുതുന്നു, സിനിമ ആസ്വാദകനാണ്. സിനിമകളെ കാണാറുണ്ട് സാർ? തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ചില വെറൈറ്റി പടങ്ങൾ, ആരും കാണാത്ത പടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ 2 ഇതൊക്കെ ആക്കിയിട്ട് വരുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്.
അവിടെ നല്ലൊരു ടീമുണ്ടായിരുന്നു അന്നേരം. അതെ അതെ. ഈ നമ്മുടെ ടി ദാമോദരൻ ഓർമ്മയുണ്ടല്ലോ, അയ്യപ്പൻ പുറത്തുണ്ടാവും. നമ്മുടെ നല്ല ടീം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി നമ്മളിങ്ങനെ സൗഹൃദം പങ്കെടുക്കും. എങ്ങനെയാണ് സിനിമ, എല്ലാ സിനിമകളും കാണുന്ന ഇത് പതിവുണ്ടായിരുന്നു അതോ? അല്ല, പരമാവധി സിനിമ കാണും. പരമാവധി. ഈ സിനിമ കാണുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ വരുന്ന വിദേശ സിനിമകളിലെ ആ സിനിമയിൽ നമ്മൾ ഇവിടുത്തെ സിനിമയിൽ കാണാതെ ഒരുപാട് ടെക്നിക്കുകൾ കാണും. ഒന്ന്, പിന്നെ ഓരോ രാജ്യത്തിലെയും സിനിമകളിൽ കൂടി ആ നാട്ടിലെ മനുഷ്യൻ്റെ ജീവിതവും സംസ്കാരവും നമുക്ക് മനസ്സിലാവാം. നമ്മളിവിടെ അറിയാത്ത പല കാര്യങ്ങളും ആ സിനിമയിൽ കൂടി നമ്മുടെ മുമ്പിൽ വരും. ഇപ്പം പല സിനിമകളും അങ്ങനെയായിരുന്നു, വിദേശത്ത് നിന്ന് വരുന്ന സിനിമകൾ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് പലതും പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാവും. സാർ ഇങ്ങനെ സിനിമകൾ കാണുന്നതുകൊണ്ടായിരിക്കാം സാറ് ഒരു സിനിമയിൽ അഭിനയിച്ചു, 1 2 2 അഭിനയിച്ചു, 1 പെട്ടിയിലായി, 1 ഇപ്പോൾ പുറത്ത് വന്നു. ഏതൊക്കെയാണ് സാർ ആ സിനിമകൾ? ആ സിനിമയിൽ സാർ അഭിനയിക്കാനുണ്ടായ സാഹചര്യം, അനുഭവം എല്ലാം ഒന്ന് പറയണം സാർ. അതിൻ്റെ കാര്യം എന്താ ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ വാൾ എന്ന് പറയുന്ന സിനിമ ആദിവാസികളുടെ ലൈഫായിരുന്നു. ആദിവാസികളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. നമുക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അവർക്ക് ഒന്നാമതെന്താ പറഞ്ഞാൽ, അവർ പലതും ദൈവത്തിന് സങ്കല്പിക്കുക, എല്ലാം വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ആകെപ്പാട് ജീവിതത്തിൽ സുഖം എന്ന് പറഞ്ഞാൽ സ്വല്പം കറുപ്പ്, സ്വല്പം കള്ള്, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ, വേറെയൊന്നുമില്ല അവർക്ക്. പിന്നെ ആദിവാസികളുടെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് അവർ പോവുക. ഈ ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ദൈവത്തിൻ്റെ വാൾ. അതിൽ ആദിവാസി മൂപ്പനാരെ ഞാൻ അഭിനയിച്ചത്. അന്ന് ഞാൻ MP ആയിരുന്നു. അവരെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് അഭിനയിച്ചത്. പിന്നെ ആ തീം അതുമാതിരി തീമാണ് എൻ്റെ മനസ്സിനകത്ത്. ആ സിനിമ നമ്മളെ പാർലമെൻറ്റിൽ വലിയ ചർച്ചാ വിഷയമാണ്. പാർലമെൻറ്റിൽ എന്നോട് പിന്നെ അന്ന് ചിദംബരം, ധനകാര്യമന്ത്രി ചിദംബരം എന്നോട് പറഞ്ഞു, പന്നിയഞ്ചി ആ സിനിമ ഒന്ന് കാണണമെന്ന്. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് MP, ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് MP, ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞ എൻ്റെ പടം ആ ഭാഗം രംഗമൊക്കെ കൊടുത്തു. കാരണം ഒരു പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരാളുടെ മകനാണ് ഞാൻ അതിനകത്ത്. പക്ഷേ ആ സിനിമ നല്ല സിനിമയായി വരുമായിരുന്നു. പക്ഷേ ആ സിനിമ പുറത്ത് കണ്ടില്ല, പെട്ടിയിലായിപ്പോയി. പഴയ പാട്ടുകളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അതെ. ഈ ന്യൂ ജനറേഷൻ സിനിമകൾ, അതായത് ന്യൂ ജനറേഷൻ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളെ ദുൽഖറിൻ്റെ ഒരു സിനിമയില്ലേ, വിക്രമാദിത്യൻ. ആ സിനിമയിൽ ദുൽഖറും അതുപോലെ തന്നെ ഒരു പ്രണയരംഗമുണ്ട്, മഴനില അല്ലേ? മഴനില കുളിരുമായി. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ സിനിമ, ആ പാട്ട് ഞാൻ പ്രത്യേകം പറയാൻ ഒരു കാരണമുണ്ട്. പല പാട്ടുകളുണ്ട് ന്യൂ ജനറേഷൻ്റെ. പക്ഷേ നജീം ഇർഷാദ് എന്ന് പറയുന്ന ഗായകൻ, അദ്ദേഹമാണെങ്കിൽ, അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അദ്ദേഹം കടന്നു വരുന്നത് തന്നെ നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിൽ കൂടി അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹത്തിന് പിന്നെ കല്യാണം പൊന്നലൂർ വെച്ച അദ്ദേഹത്തിൻ്റെ പെണ്ണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഒരു ആശംസ കൂടി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പ്രത്യേകം ആ പാട്ട് പറയുന്നത്. മഴനില കുളിരുമായി ഒരു പ്രണയഗാനമാണ്. അദ്ദേഹം കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ കൈ പിടിച്ച് പ്രണയഗാനം പാടിക്കോട്ടെ, ഈ പാട്ട് പാടിക്കോട്ടെ. നമ്മുടെ നജീം ഇർഷാദ് നജീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക ഈ ഗാനം, മഴനില കുളിരുമായി. മഴനില കുളിരുമായി നീരൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പൂങ്കാറ്റേ വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമേ നെഞ്ചിൽ നിറയും. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ, കണ്ണടച്ചാലും ഉള്ളിലാരോ രാഗം പാടും നിലവുകളിൽ, മലരുകൾ
ഹൃദയമറിയും പുതിയ മധുരഗന്ധം മഴനില കുളിരുമായി വേനൽ തൂവൽ വിഷും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റേ വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും